വിശ്വാസത്തെ പറഞ്ഞു, അതവിടെ നടന്നു. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അബ്രഹാമേ, എങ്കിൽ ഇസഹാക്കിനെ യാഗപീഠത്തിന് മുകളിൽ വെച്ച് ഇസഹാക്ക് മരിച്ചായിരുന്നെങ്കിലോ? ഞാനിങ്ങനെ ഒരു സംശയത്തിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ചോദിച്ചപ്പോൾ ദൈവം ഒരു വാക്യത്തിനകത്ത് കൊണ്ടുവരുന്നത് പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യം, അബ്രഹാം പറയുന്ന ഒരു വാക്യമാണ്, അഥവാ ഇസഹാക്ക് മരിച്ചാൽ തന്നെ എന്റെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കും. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാം ഉയർത്തെഴുന്നേൽപ്പിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഈ ഒരു വിശ്വാസം അബ്രഹാമിന്റെ ലൈഫിൽ എത്തിയത്? ഒറ്റ ആൻസർ ഇതാണ്, അവനെ വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ അവൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചൊരു വെപ്പൺ എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. ഇന്ന് പകലിലും നമുക്ക് പലർക്കും ഒത്തിരി വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ചില സമയത്തെങ്കിലും കർത്താവിനോട് ദൈവമേ എന്നോട്, പക്ഷെ ഞാൻ നിങ്ങളോട് നോക്കി പറയാം, എത്ര വലിയ അവസ്ഥയാണെങ്കിലും ഫെയ്ത്തിൽ നീ എന്തെങ്കിലും പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അത് നിന്റെ ലൈഫിനകത്ത് നടക്കുമെന്ന ഒറ്റ കാര്യമാണ് ഇതിനകത്ത് അബ്രഹാം തെളിയിച്ചത്. അതുകൊണ്ടാണ് അബ്രഹാം പോകുന്ന വഴിയിൽ ഇസഹാക്ക് ഒരു കാര്യം എന്നോട് ചോദിച്ചു, അപ്പാ തീയുണ്ട് വിറകുണ്ട്, യാഗപീഠത്തിലുള്ള മൃഗം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം ഒരു വാക്ക് പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ഞാൻ ഇന്ന് പകൽ നിങ്ങളെ നോക്കി പ്രവചിക്കാം, ഏത് വിഷയത്തെ ചൊല്ലിയിട്ടാണോ ഇനി ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ കയറി വന്നത്, ആ വിഷയത്തിന്റെ മേൽ ഇന്ന് ദൈവത്തിന്റെ കരുതൽ ചിലർക്ക് വേണ്ടി തുറക്കുമെന്ന് ചിലരെ നോക്കി ഞാൻ പ്രവചിക്കാം. ദൈവത്തിന്റെ കരുതലുകൾ മനുഷ്യൻ കരുതുന്ന പോലെയല്ല. ദൈവം കരുതി കഴിഞ്ഞാൽ മനുഷ്യന്റെ കരുതലിനകത്ത് പോരായ്മകൾ കാണും, പക്ഷെ ദൈവത്തിന്റെ കരുതൽ നിനക്ക് മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ